വട്ടക്കണക്ക് എന്നുള്ളതാണ്. നമുക്ക് വട്ടങ്ങൾ ഉപയോഗിച്ചുള്ള വിവിധ രൂപങ്ങൾ വരയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. അപ്പോൾ എന്താണ് വട്ടം, അല്ലെങ്കിൽ വട്ടം എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടീച്ചർ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ വിവിധങ്ങളായ വട്ടങ്ങൾ വരയ്ക്കാനുള്ള മാർഗ്ഗം, നമുക്ക് ഇങ്ങനെ വലിയ വട്ടങ്ങളൊക്കെ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വട്ടത്തിലുള്ളൊരു സാധനം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തോടെ നമുക്ക് വരച്ചെടുക്കാം അല്ലേ. അല്ലെങ്കിൽ ചെറിയൊരു വട്ടമാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു നാണയം ഉപയോഗിച്ച് നമുക്ക് വട്ടം വരയ്ക്കാം. കണ്ടല്ലോ, ഇങ്ങനെയൊക്കെ നമുക്ക് വിവിധങ്ങളായ രീതിയിൽ നമുക്ക് വട്ടങ്ങൾ വരയ്ക്കാം. ഇനി നോക്കുക, വട്ടം വരയ്ക്കുന്നതിനായിട്ട് നമ്മുടെ ജ്യാമിതി പെട്ടി, അതായത് നമ്മുടെ മാത്സിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണം എന്തായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പേരാണ് കോമ്പസ് എന്ന് പറയുന്നത്. ഈ കോമ്പസ് ഉപയോഗിച്ച് നമുക്ക് വട്ടങ്ങൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കോമ്പസ് എടുത്തിട്ട് അതിനകത്തേക്ക് ടീച്ചർ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് കേട്ടോ ടീച്ചർ സ്കെച്ച് പെൻ എടുത്തത്. കാരണം പെൻസിൽ കൊണ്ട് വരച്ചാൽ ഈ വൈറ്റ് ബോർഡിൽ കാണാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പെൻസിൽ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇതിങ്ങനെ വെക്കണം. വെച്ചതിന് ശേഷം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, ഈ നിബ്ബ് കണ്ടോ, ഈ കോമ്പസിൻ്റെ നിബ്ബും പേനയുടെ നിബ്ബും ഒരേപോലെ, അതായത് നമ്മൾ നിലത്ത് വെച്ച് കറക്റ്റായിട്ട് വെക്കുക. അതായത് ഒന്നും ഇങ്ങനെ നീണ്ടു നിൽക്കാൻ പാടില്ല. കണ്ടോ, ഒരെണ്ണം ഇങ്ങനെ നീണ്ടു നിൽക്കരുത്, രണ്ടും ഒരേ ലെവലിൽ നിൽക്കണം. ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ കൈ വെച്ചോ അല്ലെങ്കിൽ ഒരു പ്രതലത്തിൽ, ഒരു പ്ലെയിൻ പ്രദേശത്ത് വെച്ചിട്ട് ഒരേ പൊസിഷനിലാക്കി വെക്കുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇത് കോമ്പസ് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് മുറുക്കുക. ഊരിപ്പോകാതിരിക്കും, ഇത് മുറുക്കണം. ഇവിടെ ചിലരുടെയൊക്കെ കോമ്പസ് ഇവിടെയൊക്കെ ഇളക്കം ഉണ്ടായി, ഇതൊക്കെ നല്ല ടൈറ്റ് ആയിരിക്കണം. വീട്ടിൽ അച്ഛനോടോ മറ്റോ കാണിച്ചു കൊടുത്താൽ മതി. പഴയ കോമ്പസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇവിടെയൊക്കെ ലൂസാണെങ്കിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മാറിപ്പോവും. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണെന്നൊക്കെ നോക്കണമേ. അടുത്ത ദിവസം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഇത് കാണണം കേട്ടോ. കോമ്പസ് എന്നാണ് ഈ ഉപകരണത്തിൻ്റെ പേര്. ടീച്ചറിൻ്റെ ഒരു പഴയ കോമ്പസാണ്, നിങ്ങളുടെയൊക്കെ നല്ല പുതിയതായിരിക്കും അല്ലേ. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് വട്ടം വരയ്ക്കണമെങ്കിൽ എന്ത് വേണം, കോമ്പസ് വേണം. ഓക്കെ, ആദ്യമായിട്ട് നമ്മളൊരു ഒരു കോമ്പസ് എടുത്തിട്ട് നമുക്കൊരു വട്ടം വരച്ച് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് ഒരേപോലെ വെച്ചു. അതിനുശേഷം സ്വല്പം ഒന്ന് അകത്തിയിട്ട് ഈ നിബ്ബ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പേപ്പറിൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക. പേപ്പർ ഒരു കാരണവശാലും നിങ്ങൾ കറക്കരുത്. ഈ മുകളിൽ പിടിച്ചിട്ട് വേണം നിങ്ങൾ ഇത് കറക്കാൻ വേണ്ടി കേട്ടോ. നമുക്ക് സർക്കിൾ കിട്ടും. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. ഒരു അനങ്ങാതിരിക്കുന്ന ഒരു പോയിൻ്റ്, ആ പോയിന്റിൽ നിന്ന് കൃത്യ അകലത്തിലല്ല ഇത് മുഴുവൻ വന്നിരിക്കുന്നത്, കൃത്യ അകലത്തിലുള്ള കുറേ ബിന്ദുക്കളുടെ കൂട്ടം. ബിന്ദു എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ, പോയിൻ്റിൽ കുറേ കുത്തുകൾ ചേർന്ന് വന്നിരിക്കുന്നതാണ് ഈ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്നും ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിൻ്റെ പാത അല്ലെങ്കിൽ ഒരു യാത്ര, ഈ ഇതിൽ കൂടിയുള്ള ഒരു യാത്രയാണ് എന്ത്, സർക്കിൾ എന്ന് പറയുന്നത്. അപ്പം സർക്കിളിനകത്ത് ഈ അനങ്ങാതെ നിൽക്കുന്ന ഈ സാധനം, അപ്പം അനങ്ങാതെ നിൽക്കുന്ന ഈ പോയിന്റിൻ്റെ പേര് കേന്ദ്രം. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ നമ്മൾ സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയും കേട്ടോ. സെൻറ്റർ ഓഫ് ദ സർക്കിളാണ് ഈ നടുക്കിലുള്ളത്. ഇനി കൃത്യ ദൂരം തന്നെയാണ് ഇങ്ങോട്ടേക്ക്, എല്ലാ വശങ്ങളിലേക്കും ഒരേ അകലമാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി ടീച്ചർ അന്ന് സ്കെയിൽ കൊണ്ട് കാണിച്ചു തരാം. ഈ സെൻറ്റർ മുതൽ ഇവിടെ വരെയുള്ള ദൂരം 0 to 1, 2, 2.5, 2.6 ആണ് ഇവിടെ വരെ വന്ന ദൂരം. ഞാൻ ഇവിടെയും നോക്കാം, എല്ലാ സൈഡിലേക്കും നോക്കാം. 2.6 തന്നെയാണ്. മുകളിലേക്ക് നോക്കാം, ഈ ദൂരം എന്ന് പറയുന്നത് 2.6 തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരവും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരവും ഇവിടുന്ന് സെൻറ്റർ മുതൽ സർക്കിൾ വരെയുള്ള ദൂരം എല്ലായ്പ്പോഴും എത്ര തന്നെയാണ്, 2.6 തന്നെയാണ് ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഈ വരയ്ക്ക് പറയുന്ന പേരാണ് എന്ത്, ആരം. പറയുന്ന പേര് ആരം. നമ്മൾ റേഡിയസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മനസ്സിലായോ? ഇതിന് പറയുന്ന പേരാണ് ആരം അഥവാ റേഡിയസ്. അപ്പോൾ ഒരു സർക്കിളിൽ നമുക്ക് ധാരാളം റേഡിയസ് വരയ്ക്കാം. ആ റേഡിയസ് എല്ലാം ഈക്വൽ ലെങ്ത് ആയിരിക്കും. മനസ്സിലായല്ലോ? ഒരു സർക്കിളിൻ്റെ സെൻറ്റർ മുതൽ സർക്കിൾ വരെ വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻറ്റിന് പറയുന്ന പേരാണ് ആരം അഥവാ റേഡിയസ്. ഇൻ എ സർക്കിൾ we can draw so many radius. All the radius are equal length. എല്ലാ ആരങ്ങൾ റേഡിയസ് നമ്മൾ പ്ലൂറലായിട്ട് പറയുമ്പോൾ റേഡിയൈ എന്ന് പറയും കേട്ടോ. റേഡിയൈ ഓഫ് എ സർക്കിൾ ഈക്വലാണ്. എപ്പോഴും അത് ഈക്വൽ ലെങ്ത് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഒരു ചോദ്യം ഇതാണ്, ആരം 3 സെൻറ്റിമീറ്ററായ ഒരു വൃത്തം വരയ്ക്കുക എന്നാവശ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യുക,
സ്കെയിൽ എടുത്തതിന് ശേഷം നമ്മൾ 3 സെൻറ്റിമീറ്റർ സീറോയിൽ ഈ കോമ്പസ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് 3 വരെ ഇപ്പോൾ നീളം കുറഞ്ഞായിരിക്കുന്നെങ്കിൽ 3 വരെ കറക്റ്റായിട്ട് എടുത്തിട്ട് അവിടെ 3ലും ഒരു അടയാളപ്പെടുത്തൽ നടത്തി നമ്മൾ ലെങ്ത് അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സെൻറ്റർ കിട്ടി. സെൻറ്ററിൽ നിന്നും നമ്മൾ കറക്റ്റ് 3 സെൻറ്റിമീറ്റർ ലെങ്തുള്ള ഒരു സർക്കിൾ വരച്ചെടുത്തു. അപ്പോൾ ഈ നീളം എന്ന് പറയുന്നത് 3 cm ആയിരിക്കും. അപ്പം 3 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നതിന് ശേഷം ഒരു സർക്കിൾ വരച്ചാൽ അങ്ങനെ പല ആരങ്ങളിലുള്ള ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇതാ നോക്ക്, 2 സർക്കിൾ ചേർത്തിട്ട് വളരെ മനോഹരമായ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ആ ചിത്രം നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് ടീച്ചർ കാണിച്ചു തരാം, നോക്കിക്കോ. ആദ്യമായിട്ട് നിങ്ങൾ ഒരു ഒത്തിരി വലിപ്പമില്ലാത്ത ഒരു ചെറിയ വര വരയ്ക്കുക. ഒത്തിരി വലിപ്പമൊന്നും വേണ്ട, ഒരു ചെറിയ വര മതി. ഏകദേശം ടീച്ചർ ഒരു 3 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, കറക്റ്റ് 3 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ലൈൻ വരച്ചു. ഇനി നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ലൈൻ ആരമാക്കിക്കൊണ്ട്, ഇതുണ്ട്, ഈ ലൈന് ആരമാക്കിക്കൊണ്ട് 2 എൻഡ് പോയിന്റിൽ നിന്നും ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഈ വശം സെൻറ്ററാക്കി ഞാൻ എന്ത് ചെയ്തു, ഒരു സർക്കിൾ വരച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ എൻഡിൽ നിന്നും ആരമാക്കിക്കൊണ്ട് ടീച്ചർ വീണ്ടും ഒരു സർക്കിൾ വരച്ചു. കണ്ട, അങ്ങനെ 2 സർക്കിൾ വരച്ചു. ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക, ഈ 4 പോയിൻറ്റ്സുകൾ തമ്മിൽ, അതായത് സർക്കിൾ ജോയിൻ ചെയ്ത പോയിൻറ്റുകൾ തമ്മിൽ മുട്ടിക്കുക. ഇവിടെ നിന്ന് ഇവിടെ വരെയും ഇവിടെ നിന്ന് ഇവിടെ വരെയും. നല്ല രസമല്ലേ, വരയ്ക്കുന്ന പാടായതുകൊണ്ട് ഒക്കെ രസമാണ്. പക്ഷേ അടുത്ത ചാപ്റ്റർ നല്ല ബുദ്ധിമുട്ടാവും. അതായത് ടേബിളൊന്നും അറിഞ്ഞില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ LP-യിൽ നിന്നും UP-യിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്കൊരു പേടിയൊക്കെ വരാതിരിക്കാനാണ് ആദ്യത്തെ ചാപ്റ്റർ തന്നെ നല്ല രസമാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ എക്സാം ടൈമിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നന്നായിട്ട് വരച്ച് കളർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചെടുത്തു. ഇനി എന്ത് ചെയ്താൽ വിവിധങ്ങളായ കളർ കൊടുത്താൽ മതി. അവർ പറഞ്ഞിരിക്കുന്ന കളർ, ടീച്ചറുടെ ആ പറഞ്ഞിരിക്കുന്ന കളറുകളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. എങ്കിലും ഉള്ള കളർ വെച്ച് നമുക്കൊന്ന് ചെയ്യാം. ഏറ്റവും നടുവിൽ അവർ പറഞ്ഞിരിക്കുന്നത് യെല്ലോ കളറാണ്. ഇത് സ്കെയിൽ കൊണ്ടാണല്ലോ, നിങ്ങൾ സ്കെയിൽ കൊണ്ടുള്ളത് മായ്ച്ച് കളയാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, കളർ അടിച്ചെടുക്കാം കേട്ടോ. ടീച്ചർ ഒന്ന് കളർ ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നു കളർ അടിക്കാനായിട്ട് ഏറ്റവും നല്ലത് ക്രയോൺ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള മാർക്കർ ആയാലും മതി. ടീച്ചറുടെ കയ്യിൽ മഷി കുറഞ്ഞ സ്കെച്ച് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഭംഗിയില്ലാതെ വരുന്നത്. അപ്പം നിങ്ങൾ നല്ല ഭംഗിയായിട്ട് കളർ അടിച്ച് വേണം വരാനായിട്ട് കേട്ടോ. അപ്പം അതുപോലെ പ്രോപ്പർ കളറുകളും ടീച്ചറുടെ കയ്യിൽ ഇല്ലായിരുന്നു. കുഴപ്പമില്ല, എങ്കിലും നിങ്ങൾക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. കളർ ചെയ്യാൻ നിങ്ങൾ കുട്ടികൾക്കെല്ലാം അറിയായിരിക്കും. ക്രയോൺസ് നിങ്ങളുടെ കൈവശമുണ്ടാകും, ക്രയോണും കൊണ്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ മാർക്കർ കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി. അങ്ങനെ നമ്മൾ ചെയ്ത് പുറത്തേക്കൊന്നും ഷെയ്ഡ് പോവാതെ, ഇത് ശരിക്കും ടീച്ചർ ഒരുമാതിരി വരയ്ക്കുന്ന പോലെ ആയിപ്പോയി. നിങ്ങളത് നല്ല ഷെയ്ഡ് ഫുള്ള് ഫിനിഷാക്കി നിർത്തണം കേട്ടോ. ഓക്കേ, ഈ അടുത്തൊരു ചിത്രം എന്താ, ഈ സർക്കിളിനകത്ത് ഇങ്ങനെ ഒരു ഹെക്സഗൺ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു പൂക്കൾ പോലെ വന്നിട്ടുണ്ട്. ഈ ചിത്രം വൃത്തം മാത്രം ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം. ആദ്യം നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത പോലെ തന്നെ ഒരു 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ വര വരയ്ക്കുക. 3 സെൻറ്റിമീറ്ററിനൊന്നും വേണ്ട, ഏകദേശം ഒരു ചെറിയ വര, 3 അല്ലെങ്കിൽ 2 ഒക്കെ ആവാം. എന്നിട്ട് എന്ത് ചെയ്യുക, 2 എൻഡ് പോയിൻറ്റിലും ഈ 2 അറ്റങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുക, ആരം ഈ നീളം കണക്കാക്കി നമ്മൾ 2 സർക്കിൾ വരയ്ക്കുക. ഒരു സർക്കിൾ വരച്ചു. അതുപോലെ ഈ എൻഡിൽ കോമ്പസ് കുത്തിയിട്ട് ഇവിടെയും ഒരു സർക്കിൾ വരച്ചു. നമ്മൾ 2 സർക്കിൾ വരച്ചിട്ടുണ്ട്. അത് ഈ വര ഈ ഒരു ലൈൻ ഈ നമ്മുടെ വലതുവശത്തുള്ള വൃത്തത്തിലേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കുക. ഇനി ആ മുട്ടിച്ചതിന് ശേഷം ആ പോയിന്റിൽ കുത്തി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും സർക്കിൾ വരയ്ക്കുക. കണ്ടോ, ടെക്സ്റ്റ് ബുക്കിലെ പോലെ 3 സർക്കിൾസ് വന്നു. മനസ്സിലായോ? ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ ജോയിൻ ചെയ്ത പോയിന്റുകളെല്ലാം ചേർത്ത് വരയ്ക്കുക, അത്രേ ഉള്ളൂ. ചേർത്ത് വരച്ചു. സ്റ്റോപ്പ് നമ്മൾ ടീച്ചർ സ്കെച്ച് കൊണ്ട് തന്നെ വരയ്ക്കാൻ, നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ. ചേർത്ത് വരച്ചു. അതിനുശേഷം
ഇത് തമ്മിൽ ചേർത്ത് വരച്ചു. അതിനുശേഷം ഇത് ചേർത്ത് വരച്ചു. നമുക്ക് കിട്ടാൻ പോകുന്നത് 6 വശമുള്ള ഒരു ചിത്രമാണ്. 6 വശമുള്ള ചിത്രത്തിന് പറയുന്ന പേരെന്താണെന്നറിയോ നിങ്ങൾക്ക്? 4 എണ്ണത്തിന് പറയുന്നത് നമ്മൾ ചതുരം അല്ലെങ്കിൽ സ്ക്വയർ, റെക്റ്റാങ്കിൾ എന്നൊക്കെ പറയും. 5 വശമാണെങ്കിൽ നമ്മളതിനെ പഞ്ചഭുജം എന്ന് പറയും. 6 വശമാണെങ്കിൽ നമ്മളതിനെ ഹെക്സഗൺ, അഷ്ടഭുജം എന്ന് പറയും കേട്ടോ. ക്ലിയർ ആയല്ലോ? ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം മായ്ച്ച് കളഞ്ഞാൽ മതി. മായ്ച്ച് കളഞ്ഞതിന് ശേഷം ഓരോ പോയിന്റിൽ നിന്നും ആ കോമ്പസിൻ്റെ ഭാഗം മാറ്റാതെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വിട്ടാൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഒരു പൂക്കൾ പോലെ തന്നെ കിട്ടും കേട്ടോ. എല്ലാ പോയിന്റിൽ നിന്ന് വരച്ചാൽ മതി. എല്ലാ പോയിന്റിൽ നിന്നും ആയോ? ഈ പോയിന്റിൽ നിന്ന് ആയിട്ടില്ല. എല്ലാ പോയിന്റിൽ നിന്ന് വരച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ മായ്ച്ച് കളഞ്ഞാൽ മതിയാവും.